ഭാരതത്തിന്റെ ശുക്രൻ ദൗത്യമായ ശുക്രയാൻ 1 2028 മാർച്ച് 29 വിക്ഷേപിക്കും. 112 ദിവസം നീളുന്നതാണ് ദൗത്യം. ജൂലൈ 19 പേടകം ശുക്രനിൽ ഇറങ്ങും. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഭാരതം വീണ്ടും ഒരു അഭിമാനകരമായ ദൗത്യത്തിലേക്കല്ലേ? തീർച്ചയായും സുരേഷ്, ഭാരതം വീണ്ടും ഒരു ഏറെ അഭിമാനകരമായ ഒരു ദൗത്യത്തിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിന്റെ ഭാഗമായുള്ള നടപടിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ന്, അതായത് സെപ്റ്റംബർ 18-നാണ് 2024 സെപ്റ്റംബർ 18-നാണ് ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനവും സർക്കാരിന്റെ അനുമതിയും ലഭ്യമായത്. ഇത് ശുക്രന്റെ പൂർണ്ണമായ നിരീക്ഷണം സാധ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. നിലവിലെ ഈ സംവിധാനം വഴി ഈ നിരീക്ഷണ പേടകം അയക്കുകയും അതുപോലെ തന്നെ ശുക്രനെ ഓർബിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയും ചെയ്യുന്നതിലൂടെ നടപ്പാക്കാൻ പോകുന്നത് വീനസ് ഓർബിറ്റർ മിഷൻ എന്നാണ് ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. ഈ ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ വേറെയുമുണ്ട്. അതിൽ വീനസ് സർഫസ് എമിസിവിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് മാപ്പർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് വീനസിന്റെ സർഫസിൽ നിന്നും പുറപ്പെടുന്ന റേഡിയേഷനുകളും മറ്റും പഠിക്കുന്നത് സംബന്ധിച്ചൊരു ഒരു ഉപകരണമാണത്. അതുപോലെ തന്നെ വീനസ് തെർമൽ ക്യാമറ, താപം അളക്കുന്നതിനുള്ള ക്യാമറ, അതുപോലെ തന്നെ ക്ലൗഡ് മോണിറ്ററിംഗ് ക്യാമറ, അത്തരത്തിൽ നിരവധി സംവിധാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ വീനസിലേക്ക് അയക്കാനിരിക്കുന്ന ഈ പേടകവും പേടകത്തിൽ വീനസിനെ വലം വയ്ക്കാനിരിക്കുന്ന ഈ സാറ്റലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. തീർച്ചയായും ഭാരതത്തിന്റെ വലിയൊരു മുന്നേറ്റത്തിന് വഴിവെക്കുന്ന, അല്ലെങ്കിൽ 2045 ഒരു സ്പേസ് സ്റ്റേഷൻ സാധ്യമാക്കുക എന്ന കൃത്യമായ അജണ്ടയിൽ മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ കേപ്പബിലിറ്റി, അതായത് ഈ ISROയുടെയും ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെയും കേപ്പബിലിറ്റിക്ക് കൃത്യമായ ഒരു ബെഞ്ച് മാർക്ക് ലഭ്യമാകുന്നതിനുള്ള ഒരു നീക്കം കൂടിയാണ് ഇതിലൂടെ നടപ്പാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 2028 മാർച്ചിനാണ് ഇതിന്റെ ലോഞ്ച് നടക്കുക എന്നാണ് ഇപ്പോൾ ISRO അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ എക്യുപ്മെന്റ്സ് നിർമ്മിക്കുക, അതായത് ഇതിന്റെ ഘടകങ്ങൾ ഓരോന്നോരോന്നായി പലയിടങ്ങളിൽ നിന്നും നിർമ്മിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നാളിതുവരെ നമ്മളുടെ സ്പേസ് സംവിധാനങ്ങളിലെല്ലാം തന്നെ നിലനിന്നിരുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രയോജനപ്പെടുത്തി മാർച്ച് 2028 മാർച്ച് 29 വിക്ഷേപിക്കാനുള്ള ഒരു നീക്കമാണ്. 112 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജൂലൈ 19 പേടകം ശുക്രനിൽ ഇറങ്ങും, അല്ലെങ്കിൽ ശുക്രൻ ഓർബിറ്ററിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2028 മാർച്ച് വരെ, അതായത് ഏതാണ്ട് 4 വർഷത്തോളം കാത്തിരിക്കണമെങ്കിൽ കൂടി ഭാരതത്തിന്റെ സ്പേസ് ദൗത്യത്തിൽ ഏറെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ്. മാത്രമല്ല, ഭൂമിയുമായി ഏറ്റവും അടുത്ത് ശുക്രൻ എന്ന ഗ്രഹം വരുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ വിക്ഷേപണ ദൗത്യം. സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതം അഭിമാനകരമായ ഒരു ആകാശ ദൗത്യത്തിലേക്ക് കൂടി എടുക്കുകയാണ്. അപ്പം